ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ കീം 2025 ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാം ഡേറ്റ്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ 2025-2026 ഇയറിലേക്കുള്ള എൻട്രൻസ് എക്സാമിന്റെ, അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി അഡ്മിഷനുള്ള എക്സാം ഡേറ്റിന്റെ ഒരു ഷെഡ്യൂളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഏപ്രിലാണ് എക്സാം വരുന്നത്. അപ്പോൾ ഏപ്രിൽ 24 to 28 എന്നുള്ള രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ആഫ്റ്റർനൂൺ ആണ് എക്സാം വരുന്നത്. 2 PM to 5 PM ആണ് എക്സാം വരുന്നത്. അപ്പൊ നമുക്കറിയാം ലാസ്റ്റ് ഇയർ കുറെ അധികം അപ്ഡേഷൻസ് നമ്മുടെ എക്സാമിന്റെ പാറ്റേണിലും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറെ അധികം ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഓൺലൈൻ ആയിട്ടായിരുന്നു എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കുറെ കാര്യങ്ങളിൽ പാറ്റേണിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വർഷം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുവരെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പാറ്റേണിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇനി 2025 കീം എക്സാം എഴുതാൻ പോകുന്ന, അതായത് +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്തവർക്കാണെങ്കിൽ പോലും പഠിക്കാൻ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. കാരണം നമുക്ക് ഏപ്രിലാണ് എക്സാം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി തന്നെ ആ എക്സാം പാറ്റേണിൽ നമുക്ക് സിലബസ് അനുസരിച്ച് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം. സോ നമ്മൾ ലേണിനോടൊപ്പം നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. അത് കൂടാതെ കീം റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് നമ്മൾ നമ്മുടെ ചാനലിൽ തരുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എക്സാമിനെ കുറിച്ചും അതിനുശേഷം റിസൾട്ടിനെ കുറിച്ചും അതിനുശേഷം അഡ്മിഷനെ കുറിച്ചും ഒക്കെയുള്ള പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ ക്ലാസ്സസും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ, അതായത് 24 നടന്ന എക്സാമിന്റെ ഡിസ്കഷനും നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് വരുമ്പോഴും അത് കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അത് കൂടാതെ നമ്മുടെ ലേണിനോ ആപ്പിലാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് ഉള്ളത്. അതിന്റെ ഡീറ്റെയിൽസും കൂടെ പറയാം. ഓക്കെ, സോ നമുക്ക് ഇതിൽ ക്രാഷ് കോഴ്സ് വരുന്നത് പുതിയ എക്സാമിന്റെ പാറ്റേണിലുള്ള കോഴ്സാണ്. അതിൽ നിങ്ങൾക്ക് ലെക്ചേഴ്സും MCQ വീഡിയോസും PDF സ്റ്റഡി മെറ്റീരിയൽസും അതേപോലെ തന്നെ മോഡ്യൂൾ വൈസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ, ടെസ്റ്റ് സീരീസ് എല്ലാം വരുന്ന കംപ്ലീറ്റ് കോഴ്സ് ആണ് വരുന്നത്. ഇനി കുറച്ച് കുട്ടികൾക്കെങ്കിലും ചിലപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാം ഒരുമിച്ച് വേണ്ട, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും കോഴ്സ് അവൈലബിൾ ആണ്. യെസ്, അതായത് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള കോഴ്സ്, ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അത് കൂടാതെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാം, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടും പർച്ചേസ് ചെയ്യാം. ഇത് കൂടാതെ നമ്മൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഹാർഡ് കോപ്പീസും അവൈലബിൾ ആക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ നമ്മൾ അത് പബ്ലിഷ് ചെയ്യും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ എവിടെ ഉള്ളവരാണെങ്കിൽ നമ്മൾ അത് കൊറിയർ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റി നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയാണ് നമ്മൾ ലേണിനോ പ്രൊവൈഡ് ചെയ്യുന്ന കീം എക്സാമിനുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ ഉടനെ തരുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേണിനോ ആപ്പ് എന്തായാലും നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഏത് കോഴ്സ് ആണ് ജോയിൻ ചെയ്യണം എന്ന് തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാം. ഒപ്പം നമ്മൾ പേഴ്സണൽ മെന്ററിംഗ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ സ്റ്റുഡൻസിന്. നിങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി ഗോൾ വെക്കേണ്ടത്, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ പേഴ്സണൽ മെന്റർ വഴി നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ടും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ വർഷം കീം 2025 എക്സാം ക്രാക്ക് ചെയ്യാം ലേണിനോടൊപ്പം. താങ്ക് യു.